ഡൽഹിയിൽ പൂവാല വിരുദ്ധ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. എല്ലാ ജില്ലയിലും ആന്റി റോമിയോ സ്ക്വാഡ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകി. രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ മിന്നൽ ഡ്യൂട്ടി നടത്താനും ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരത് ലാൽ ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ നേരത്തെ യുപിയിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ഇതേപോലെ ഒരു സംഘത്തെ, ഒരു സ്ക്വാഡിനെയൊക്കെ രൂപീകരിച്ചിരുന്നു. അതിനൊക്കെ പിന്നാലെ ആ സ്ക്വാഡ് ഒരു പഴി കേട്ടത് ഒരുമിച്ച് നടക്കുന്ന സ്ത്രീയെയും പുരുഷനെയും ഒക്കെ അപമാനിക്കാൻ ഇവർ ശ്രമം നടത്തുന്നു എന്നുള്ള പഴിയൊക്കെ കേട്ട സമയമൊക്കെ നമ്മൾ ആ വാർത്തകളൊക്കെ കേട്ടതാണ്. ഇപ്പോൾ ഡൽഹി സർക്കാർ പുതിയ സ്ക്വാഡിന് രൂപം നൽകിയിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലം എന്താണ്? ഗുഡ് മോർണിംഗ് ശരത്ത്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഡൽഹി പോലീസ് ഇപ്പോൾ ഡൽഹി വനിതാ മുഖ്യമന്ത്രിയാണ്. സ്ത്രീകളുടെ സുരക്ഷ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി കഴിഞ്ഞ ഹോളി ദിനത്തിൽ വ്യക്തമാക്കിയതാണ്. സ്ത്രീകൾക്ക് തനിച്ച് യാത്ര ചെയ്യാനും സ്ത്രീകൾക്ക് സ്വന്തമായി ബസ് സ്റ്റോപ്പിൽ നിൽക്കാനും അല്ലെങ്കിൽ പാർക്കിൽ നിൽക്കാനും അല്ലെങ്കിൽ കോളേജ് പരിസരത്ത് നിൽക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നൽകണം. അതിനാണ് ഈ പൂവാലന്മാർ വളരെ കൂടുതലായി പൂവാല ശല്യം അനുഭവിക്കുന്നുണ്ട് പെൺകുട്ടികൾ. ഈ ഒരു തരത്തിലുള്ള നിയമസഭയിലുള്ള പ്രസംഗവും അതിനുശേഷമുള്ള വനിതാ മുഖ്യമന്ത്രിയുടെ നടപടി എന്ന നിലയാണ് ഇത് വയ്ക്കുന്നത്. നിലവിൽ ഡൽഹി പോലീസിൻ്റെ പിങ്ക് സ്ക്വാഡ് ഉണ്ട്. അത് വനിതാ പോലീസുകാർ മാത്രമുള്ള റോന്തു ചുറ്റൽ സംഘമാണ്. കേരളത്തിലും അടക്കമുള്ള പോലെ തന്നെ ഡൽഹിയിൽ അത് ഓൾറെഡി ഉണ്ട്. എന്നാൽ ഇത് വളരെ പ്രത്യേകതയുണ്ട്. ഇത് ആൻറ്റി റോമിയോ എന്ന് തന്നെയാണ് പറയുന്നത്. പൂവാല ശല്യം. ഇതിൽ കേഡ്സി സ്ക്വാഡ് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കേഡ്സി സ്ക്വാഡിൻ്റെ പേര് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആൻറ്റി റോമിയോ. ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് രാവിലെ 5 മുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന മെട്രോ സ്റ്റേഷൻ, അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾ, അതേപോലെ കോളേജ് പരിസരം, അതേപോലെ വനിതകളുടെ കൂട്ടായ്മ നടക്കുന്ന സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിലൊക്കെ ഫാക്ടറി അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിസരങ്ങൾ, ഈ സ്ഥലത്തിലേക്ക് അവർ മഫ്തിയിലും ഈ രീതിയിൽ സ്ക്വാഡിന് പ്രവർത്തിക്കാമെന്ന് കൂടിയിട്ട് നേരത്തെ യൂണിഫോമുകളാണ്. ഇപ്പോൾ മഫ്തിയിൽ കൂടി ഈ വനിതകൾ അടങ്ങുന്ന ഈ സ്ക്വാഡ് പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും വനിതകളെ സംബന്ധിച്ചോളം, പെൺകുട്ടികളെ സംബന്ധിച്ചോളം സ്വാഗതാർഹം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇത് ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രതികരണങ്ങൾ കാണിക്കുന്നത്. കാരണം ഇത് ഒരു പൂവാലന്മാരെ വേട്ടയാടുക എന്നുള്ളതാണ് പ്രധാനമായും ഇതിൻ്റെയൊക്കെ സേതു പറഞ്ഞത് മതി. അത് ഏത് രഹത്തിലേക്ക് പിന്നീട് മാറും എന്നുള്ളത് ഇത് കണ്ടു തന്നെ അറിയണം. കാരണം ഡൽഹിയെ പോലെയുള്ള സ്വതന്ത്രമായ സ്വാതന്ത്ര്യമുള്ള രാത്രിയിൽ പോലും സ്ത്രീകൾക്ക് സഞ്ചാരം ഉറപ്പാക്കുമെന്ന് പറയുന്ന ഒരു രാജ്യ തലസ്ഥാനത്താണ് ഇപ്പോൾ പൂവാല ശല്യത്തിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചത്. എന്താണെങ്കിലും ഈ സ്ത്രീകൾക്ക് സ്വതന്ത്രമായും അതേപോലെ തന്നെ ഭയമൊന്നുമില്ലാതെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ സ്ക്വാഡിനെയൊക്കെ രൂപീകരിച്ചത്. അത് ആ രീതിയിൽ തന്നെ അത് ലക്ഷ്യം കാണട്ടെ. നേരത്തെ നമ്മൾ യുപിയിൽ ഇതേപോലെ ഈ ആന്റി റോമിയോ സ്ക്വാഡിനെയൊക്കെ രൂപീകരിച്ചിട്ട് പിന്നീട് സ്ക്വാഡ് പെട്ടുപോകുന്നൊരു സ്ഥിതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ 2018 ആ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഈ ഒരു സ്ക്വാഡ് രൂപീകരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഒന്നും ആവാതെ ഡൽഹിയിൽ വരട്ടെ. കൊണ്ടുവന്ന സംഭവം അടിപൊളിയാണ്, നന്നായിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ശരത് ലാലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നൽകിയത്.